ഇത് നിങ്ങളെ വീട്ടിൽ വെച്ചിട്ട് ഒന്ന് വെച്ച് നോക്കൂട്ടോ, നല്ലോണം ഉപകാരപ്പെടും. ഇത് വെള്ളം ക്ലീൻ ചെയ്യാനുള്ള ഫിൽറ്ററാണ്. ഇത് എൻ്റെ വീട് തന്നെയാണ്. എനിക്ക് നല്ലോണം ഉപകാരപ്പെട്ടത് കൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത്. ഇത് ഓരോ മാസത്തിനായിട്ട് സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ഫിൽറ്ററാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിന്റെ ഗുണവും ദോഷവും എന്താണെന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടൊന്ന് നോക്കാം. ഹായ് നാച്ചുറൽ ഡോപ്സ് അക്കോ ടെക്നോളജിയിലേക്ക് സ്വാഗതം. ഞാൻ അൻവർ, ദ വാട്ടർ എക്സ്പെർട്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഫിൽറ്ററിന്റെ ഗുണം എന്ന് പറയാനായിട്ട് നമുക്ക് പറയാനുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് 20 മൈക്രോൺ മുകളിലുള്ള സൈസ്, 20 മൈക്രോൺ സൈസിന് മുകളിലുള്ള എന്തെങ്കിലും മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് ഒന്ന് ഫിൽറ്റർ ചെയ്യാൻ മാത്രമേ ഈ ഒരു സാധനം കൊണ്ട് ഉപകരിക്കുകയുള്ളൂ. അല്ലാതെ വെള്ളത്തിലുള്ള നിറവ്യത്യാസം അല്ലെങ്കിൽ ഹാർഡ്നെസ്, സ്മെല്ല്, മറ്റുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു ഫിൽറ്റർ കൊണ്ട് ക്ലിയർ ആവില്ല. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ഇതുപോലെ ഒരു സാധനം സെറ്റ് ചെയ്യുകയുണ്ടായിരുന്നു. അത് കുറച്ച് നാൾ ഉപയോഗിച്ച് വലിയ പ്രതീക്ഷിച്ചൊരു ഗുണം കിട്ടാത്തതിൻ്റെ പേരിൽ അദ്ദേഹം മറ്റൊരു ഫിൽറ്റർ അവർ പരീക്ഷിക്കുകയുണ്ടായിരുന്നു. മെറ്റൽ, മണൽ, കരി അതുപോലത്തെ സാധനങ്ങൾ തെറിച്ച് പൈപ്പ് ലൈനിൽ സെറ്റ് ചെയ്തൊരു മോഡലായിരുന്നു. ഇതിനേക്കാളും തമ്മിൽ ഭേദമായിട്ട് ആ സാധനം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് അവർ വീടൊന്ന് ആൾട്ടർ ചെയ്ത സമയത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തു, വെള്ളം ടെസ്റ്റ് ചെയ്ത് ഏറ്റവും അനുയോജ്യമായ ഒരു വെസൽ ഫിൽറ്റർ സെറ്റ് ചെയ്ത് ഇപ്പോൾ അവർ ഹാപ്പി ആയിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് അവർക്ക് ചിലവായ നഷ്ടം എത്രയാണെന്ന് കണക്കാക്കി കഴിഞ്ഞാൽ ഈ ആംഗിൾ ടൈപ്പ് ഫിൽറ്ററിനും പ്ലസ് അതിൻ്റെ കൂടെ ഈ പൈപ്പ് ലൈൻ ഫിൽറ്ററിനും കൂടി ഏകദേശം ഒരു 7000 രൂപയോളം അവർ ചിലവാക്കിയിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ ഈ ക്ലോസറ്റ് ടൈൽസ് പോലെ സാധനങ്ങൾ മാറ്റി വയ്ക്കാനായിട്ട് എങ്ങനെയാണെങ്കിലും ഒരു 50,000 രൂപയോളം അതിൻ്റെ എക്സ്ട്രാ ചിലവ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള മുറി വൈദ്യം പരീക്ഷിക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യുക, വെള്ളമൊന്ന് പരിശോധിക്കുക, ഏറ്റവും അനുയോജ്യമായ വാട്ടർ ഫിൽറ്റർ സെറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.